ഹലോ ഹലോ എന്തോ ചേട്ടാ ഇത്? ഞാൻ റീൽസ് നോക്കണ്ടി. എന്തോ ചേട്ടാ ചേട്ടന്റെ മൊത്തം കണ്ണല്ലേ ഇരിക്കണത്? എന്ത് എവിടെ കിടക്കണേ? ഞാനാ വക്കോൽത്തൂരൊന്നല്ല, എണീറ്റ് നോക്കിയേട്ടാ എവിടെയാണ് കിടക്കണേന്ന്. എന്താണ് പ്രശ്നം? ഇപ്പൊ എന്താണ് ചേട്ടാ എവിടെയാണ് കിടക്കണേന്ന് നോക്കിയേട്ടാ. ബോധമില്ലേ ചേട്ടന്? സാധാരണ എല്ലാവരും എവിടെയാണ് കിടക്കണത്? കട്ടിലല്ലേ കിടക്കണത്? എന്റെ ദൈവമേ, ഞാൻ കഷ്ടപ്പെട്ട് മടക്കി വെച്ച തുണിയുടെ മേളിലാണ് ചേട്ടാ ഈ കിടക്കണത്. എവിടെ? ഇതാ മടക്കി വെച്ച തുണി. അതിപ്പോ എടുത്ത് കൊലക്കണോ? എന്തോന്ന് കാണിക്കണ ചേട്ടാ? എന്താ ഇതിനൊക്കെ എന്ത് പ്രശ്നം? എനിക്ക് ചേട്ടാ അങ്ങോട്ട് നനച്ച തുണിയുടെ മേളിൽ ഉപദ്രവിക്കണമെന്നാ? ഒന്നും കൂടെ മടക്കിയാ മതിയല്ലോ. ഒന്നും കൂടെ കൊലക്കണേ മടക്കി വെക്കാം. ഒന്നും കൂടെ മടക്കിയാ മതിയല്ലോ. തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അത്ര എളുപ്പമാണെങ്കിൽ അങ്ങോട്ട് മടക്കരുത്. ഇത് മടങ്ങിയിരുന്നല്ലേ? എന്തോന്ന് മടങ്ങിയിരുന്നേ? ഇത് മടങ്ങിയിരുന്ന പേര് നൂത്തിട്ട് എന്തിന്? ചേട്ടാ ചുമ്മാ കളിക്കല്ലേ. ചിന്നുന്റെ പ്രശ്നം എന്താണ്? ചിന്നു എന്റെ പ്രശ്നം എന്തോന്നാ? ഞാൻ മടക്കി വെച്ച തുണിയുടെ മേളിൽ വന്ന് കിടന്നിട്ട് എന്റെ പ്രശ്നം എന്തോന്നാ? ഞാൻ മേച്ചപ്പുറത്തല്ലോ നടന്നത്, കട്ടിലല്ലേ കിടന്നത്. ചേട്ടാ നോക്കി വന്ന് കിടന്നോടെ. തുണി കട്ടിലേ കിടന്നത്. പിന്നെ എന്റെ തല വെച്ചോണ്ട് നടക്കണോ? എവിടെ അലവരയ്ക്ക് വെക്കണം? ചേട്ടന്റെ കയ്യിൽ കൈ ഉണ്ടോ? ചേട്ടന്റെ കയ്യിൽ കൈ ഉണ്ടോ? ചേട്ടന്റെ ദേഹത്ത് കൈ ഉണ്ടോ? എന്റെ ദേഹത്ത് കൈ ഉണ്ടെങ്കിൽ എന്റെ ആവശ്യമാണ് ഞാൻ വെച്ചിരിക്കണത്. അപ്പൊ എടുത്ത് വെക്കണം. ഇതിനകത്ത് നമ്മുടെ രണ്ടുപേരും തുണിയുണ്ട്, കണ്ടല്ലോ. എന്റെ ഫോണും പോയി. അതൊക്കെ തപ്പിയെടുക്കാറിയാലോ. എനിക്ക് ചൊറിയാൻ വയ്യ. ചൊറിയാൻ വയ്യല്ലേ? അപ്പൊ ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ഇപ്പൊ എന്ത് കാണിച്ചാണ് നിന്റെ പ്രശ്നം? ചേട്ടാ ഈ തുണിയുടെ മേളിൽ കിടന്ന തന്നെയാണ് എന്റെ പ്രശ്നം. അങ്ങനെ ഇപ്പൊ എന്തോന്ന് റീൽസ് കാണല്? എടി തുണി കൊണ്ടുവന്ന് കട്ടിലിന്റെ മണ്ടല്ലോ ഉണ്ടാക്കേണ്ടത്. തുണി വെക്കാണ് ഈ സാധനം വാങ്ങിച്ചു അതിനകത്ത് എടുത്ത് വെക്കണം. ഞാൻ മടക്കിക്കൊണ്ടിരിക്കും മലമറ ഫ്രണ്ടിൽ നിന്ന് മടക്കണോ? ഞാൻ വന്നപ്പോ നീ മടക്കിക്കൊണ്ടിരിക്കണമെന്ന് കണ്ടില്ല. ഞാൻ വന്ന് കിടന്നു ഇവിടെ. ആ കണ്ണ് ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയണത്. കണ്ണ് തന്നെ ഉപയോഗിച്ചത്? എന്തോന്ന് കണ്ണ് ഉപയോഗിച്ച്? ഞാൻ ഫോൺ നോക്കി 7 നേരം റീൽസ്. തുണി അവളുടെ എന്തൊരു അഹങ്കാരം. കേട്ടാ അങ്ങോട്ട്. നീ മര്യാദ സംസാരിച്ചു. നീ ലിമിറ്റ് കഴിഞ്ഞു പോവേണ. നീ ആണാ? അതേ പറയാനുള്ളത്. ഇതെന്തോന്ന് ഇപ്പൊ കാണിച്ചേ? ഇപ്പൊ എന്തോ കാണിക്കേ? തുണി എടുത്ത് വെച്ച് തലാണാക്കി വെച്ചേക്കണ. എന്ത് കിടന്ന് സംഭവിക്കും. ഞാൻ അവിടെ തന്നെ കിടക്കാം. ചവറ കിടക്കണമെന്നോ? ആരും വന്ന് ഒന്നും ചെയ്യില്ല, എല്ലാം ഞാൻ തന്നെ. അവിടെ പിന്നെ ഇരിപ്പുണ്ടല്ലോ. എന്തെങ്കിലും ജോലി കണ്ട അപ്പ ഇരുന്ന് പഠിച്ചോളൂ. ആകാശത്തിന് നല്ല കാർമേഘം ഉണ്ടല്ലോ. എന്തുറ്റി? അല്ല, ഭയങ്കര കാർമേഘം, മഴ പെയ്യും തോന്നുന്നു. ഈ പൊരിഞ്ഞ വെയിലത്ത്. അല്ലെങ്കിൽ നീ മാനം നോക്കി ഇരിക്കല്ലേ? നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. സ്വന്തമായിട്ട് കണ്ടുപിടിക്കാം എന്താണ് കാരണം. വേറെ പണിയില്ലെന്നാ? എനിക്ക് പണിയൊക്കെ ഉണ്ട്. എന്തോന്ന് പണി? അതെനിക്കറിയാം. ഇവിടെ ആരെങ്കിലും ജോലിയാണ് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ നീ ബുക്ക് എടുത്ത് വെച്ച് ഓരേ പഠിത്തമാണ്. വേറും അഭിനയോ? ഞാൻ സീരിയസ് ആയിട്ട് പഠിക്കാണ് തന്നെ. എടി നീ ഈ ചവറിന്റെ ഇടയ്ക്കിരുന്ന് പഠിക്കണല്ലോ. ആ മനസ്സിനെ സമ്മതിക്കണം. എങ്കിൽ ഈ ചൂലെടുത്തൊന്നും തൂക്കണം. അതില്ല. അതിപ്പോ അപ്പച്ചി തൂത്തോണ്ടിരിക്കല്ലേ? അതുകൊണ്ട് അപ്പൊ ഞാൻ എന്തിനു തൂക്കണം? ഇത്രയും വലിയ മുറ്റം കിടക്കല്ലേ? ഒരു സൈഡിൽ ഞാൻ അടിക്കണം, ഒരു സൈഡിൽ നീ അടിക്കണം. അപ്പൊ പെട്ടെന്ന് കഴിയൂലേ പണി? അയ്യോ, എനിക്കത് പറ്റൂല. എന്ത് പറ്റാത്ത? ഞാൻ പഠിച്ചോണ്ടിരിക്കല്ലേ. പഠിച്ചാൽ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റൂലേ? അതെനിക്ക് രണ്ടും കൂടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മളും ഇതൊക്കെ തന്നെ ചെയ്ത് വന്നേക്കണം കേട്ടാ. പഠിച്ചോണ്ടാണ് ജോലിയൊക്കെ ചെയ്യണത്. അത് അപ്പച്ചില്ലേ? എനിക്കത് പറ്റൂലെന്ന്. ആണോ? നിനക്ക് തിന്നോണ്ട് പഠിക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. അത് പറ്റുമോ? അത് പറ്റും. എന്തോന്ന് പറ്റും? എടി ഞാൻ അങ്ങ് പണിയെടുക്കായിരുന്നെ ഞാൻ നീ എങ്ങനെ തിന്നും? അപ്പച്ചി പറയാനതൊന്നും അപ്പച്ചി ആദ്യമായിട്ടാണ് ഈ പണിയൊക്കെ എടുക്കണെന്ന്. അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒറ്റയ്ക്കുന്ന ജോലിയാണ്. ഒരു മനുഷ്യൻ വന്ന് സഹായിക്കുകയില്ല. നീ എണീറ്റ് പോ പിങ്കി. എണീറ്റ് പോവാനാ? എനിക്ക് ഇവിടെ ഇരിക്കണം. ഞാൻ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ കണ്ണിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ചുമ്മാ കുത്തിരിക്കണാണോ എനിക്ക് ചൊറിഞ്ഞു പറഞ്ഞ പിങ്കി. എണീറ്റ് പോവാൻ. ഞാൻ അപ്പച്ചിയുടെ കണ്ണിന്റെ ഫ്രണ്ടിലല്ല ഇരിക്കണേ, അവിടെ അങ്ങോട്ട് മാറിയല്ലേ ഇരിക്കണേ. നിനക്ക് പഠിച്ചാ പോരെ? എവിടെയെങ്കിലും പോയിരുന്ന് പഠിക്കുമെങ്കിൽ എന്റെ കണ്ണിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ പഠിക്കാതെ. പക്ഷെ എന്തോന്ന് അപ്പച്ചി? അപ്പച്ചി എന്തിനാ എന്നെ നോക്കിക്കൊണ്ടിരിക്കണേ? എന്റെ കയ്യിൽ ചൂലാണ് ഇരിക്കണ പിങ്കി. അടിച്ചാൻ പറ്റിച്ചേരും. എണീറ്റ് പോ.
ഞാൻ മര്യാദ എനിക്ക് പോവാൻ എന്തു കഷ്ടമാണിത്. മാടിച്ച് ഒരു പണിയും എടുക്കൂല. എല്ലാം ഞാൻ മനസ്സിലാണ്. ഞാൻ വല്ലതും പറയുമ്പോ അതാണ് കുറ്റം. ഉടനെ എല്ലാവർക്കും അങ്ങ് വിഷമം വരുന്നു. എന്തൊക്കെയാണ് ഒന്നും പറയാതിരുന്ന രാവിലെ തൊട്ട് രാത്രി വരെ പണിയെടുത്ത് അത്രയും സന്തോഷം. ബാക്കി എല്ലാവർക്കും അങ്ങ് ഫീൽ അടിക്കും. എനിക്ക് മാത്രം ഒന്നും പറഞ്ഞിട്ടില്ല. മക്കളെ മക്കളെ എന്തോന്ന് മാമ? ഒരു ഗ്ലാസ് ചായ കിട്ടാ മക്കളെ. ചായ? ചിത്രാന്ത ചായ മാമ എന്ന് കുടിക്കണേ? ഇന്ന് ഞാൻ ചായ കുടിച്ചില്ലല്ലേ. കുടിച്ചില്ലേ? ഇല്ല. എനിക്ക് പിന്നെ ചോദിച്ചൂടെ ചായ വേണമെന്ന്? ഇല്ല മക്കളെ, ഞാൻ ഇപ്പം ചോദിച്ചത്. മാമന് ഇപ്പൊ എന്തോന്ന് വേണം? എനിക്ക് ഒരു ഗ്ലാസ് ചായ വേണം. ശരി, അതങ്ങ് ആദ്യമേ പറഞ്ഞാ പോരെ. ഉണ്ടായിക്കൊണ്ട് വരാം. ഇതെന്തര്? ഞാൻ ഒരു ഗ്ലാസ് ചായ ചോദിച്ചതേ ഉള്ളൂ. അവിടെ ദേഷ്യം ഒന്ന് തുറപ്പേറിഞ്ഞിട്ട് തോപ്പാണ്. കഷ്ടം തന്നെ. എന്തടി ഇവിടെ നിന്നിരുന്ന് പഠിക്കണേ? അപ്പച്ചിരെ കൺവെട്ടത്ത് ഞാൻ കൂടെ മാറിയിരിക്കണം. അതെന്ത്? അതെന്തെന്നാ, അപ്പച്ചിരെ കലിപ്പ് മോഡ് ഓണാണ്. എന്നെ എങ്ങാനും കൈ കിട്ടിക്കഴിഞ്ഞാൽ അപ്പ തീർക്കും. ഒരു ചായ ചോദിച്ചതേ ഉള്ളൂ, എന്റെ അടുത്ത് കയറി അവള് ചൂടായിരിക്കുന്നു. അപ്പുവിന്റെ അടുത്ത് ദേഷ്യപ്പെട്ട? ഓ എന്റെ പൊന്നപ്പു, അപ്പച്ചി ഒരു അഹങ്കാരിയായി മാറിയിരിക്കാണ്. ആരടുത്ത് എങ്ങനെ പെരുമാറണമെന്ന് ഒരു ബോധമില്ല. ഈ ചിന്നുവിനെ ഇത്രയും ദേഷ്യം പിടിപ്പിക്കുന്ന ആരാണെന്ന് അറിയാമോ? ഈ രാമൻ. അത് ശരിയാണ്. അല്ല, അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ തമ്മിൽ പറഞ്ഞ് തീർക്കണം. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ദേഷ്യം കാണിക്കുന്നത് എന്തിനാണ്? എന്തോ ഇത് ഇങ്ങനെ വിട്ടാൽ കൊള്ളൂലല്ലേ. ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. അപ്പൊ എന്ത് ചെയ്യാൻ പോണെന്ന്? ആ കാര്യം എന്താണെന്ന് അറിയണമല്ലോ. ചേടാ, ഇതിപ്പോ വലിയ കഷ്ടമായല്ലോ. അപ്പച്ചി രാമങ്ങളും തമ്മിലുള്ള പ്രശ്നം തീർന്നാലും ഉണ്ണിയപ്പ ഇപ്പൊ ഉണ്ടാകാൻ പോണ പ്രശ്നം തീരുല്ലെന്നാണ് തോന്നുന്നത്. ഇടപെട്ടേ പറ്റൂ. അപ്പോ അങ്കിളെ അങ്കിളെ അങ്കിൾ ഇവിടെ വന്ന് കിടക്കടാ. അവിടെ ഭയങ്കര പ്രശ്നമാണ്. എന്തോന്ന് അങ്കിളെ? ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ ഒരുപാട് നീ ഒന്ന് പോവോ? ഞാൻ അല്ലെങ്കിലേ അവിടെ ചൊറഞ്ഞിരിക്കുകയാണ്. നീ നിന്റെ പ്രശ്നം ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് നീ പോ. എനിക്കല്ലേ പ്രശ്നം, നിങ്ങൾക്കാണ്. എനിക്കെന്താ പ്രശ്നം? അങ്കിളിനും അപ്പച്ചിക്കും പ്രശ്നം. അത് നമ്മൾ ഇത്തിരി ചൊറഞ്ഞിരിക്കണം. നീ അറിഞ്ഞായിരിക്കും. ഞാൻ അറിഞ്ഞ്. ഇങ്ങോട്ട് നോക്ക്. അങ്കിളെ, ആ കലിപ്പ് വന്ന് എന്റെ അടുത്ത് തീർത്ത അപ്പച്ചി. എന്റെ അടുത്ത് ദേഷ്യപ്പെട്ട പോട്ട് ഉണ്ണിയപ്പോരുടെ അടുത്ത് ദേഷ്യപ്പെട്ടെന്ന്. എന്റെ അച്ഛൻ്റെ അടുത്ത് മാറും. എന്റെ അടുത്തുള്ള ചൊറിയാവളെ എന്റെ അച്ഛനടുത്ത് കാണിക്കുന്നതിന് ചോദിക്കണമല്ലോ. അയ്യോ, അങ്ങനല്ല. ശരിപ്പെടുക്കട്ടു. അങ്കിളെ അങ്കിളെന്തിനാ പോണ്? അങ്കിളെ അതല്ല അങ്കിളെ. അയ്യോ, ഇതിനെക്കാട്ടും വലിയ പ്രശ്നമില്ല. അങ്കിളെ, ഞാൻ ഇപ്പൊ മാമനടുത്ത് ദേഷ്യപ്പെട്ടത്? നീ ഇന്ന് രാവിലെ എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടില്ലടി. നിനക്കും രാമുനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ തീർത്തോണം. അത് ബാക്കിയുള്ളവന്റെ നെഞ്ചത്തല്ല കാരണമാണ് കേട്ടാ. എന്തൊരു കഷ്ടത്. ചിന്നു, എന്തോ നീ എന്റെ അടുത്തുള്ള ചോറി എന്റെ അച്ഛൻ്റെ അടുത്ത് പോയി കാണിക്കേണ്ട കാര്യം എന്താണ്? എനിക്ക് അങ്ങനെ സൗകര്യമുണ്ട്. നിനക്ക് എങ്ങനെ സൗകര്യമുള്ളത്? ഞാൻ ഒരു കാര്യം ചോദിക്കുമ്പോ കൊളാടി നീ. നമ്മൾ തമ്മിലുള്ള പ്രശ്നം നമ്മൾ തമ്മിൽ തീർത്തോളാം. നീ ഇതിൽ ഇടപെടണ്ട കേട്ടാ. ഓ, ഞാൻ ഇടപെടണ്ടേ? അച്ഛൻ ഒരു കാര്യം കേട്ടോ, എന്റെ വായെടുത്ത് എങ്ങനെ സംസാരിക്കണം എനിക്കറിയാം. അച്ഛനെ പഠിപ്പിക്കണ്ട. ഓ, അങ്ങനെ തന്നെ. ഇപ്പൊ മാമന് വിഷമമൊന്നുമില്ലല്ലോ. ചേട്ടൻ എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാൻ മാമന് ഒരു കുഴപ്പമില്ല. ഞാൻ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മാമൻ അങ്ങ് ഫീൽ അടിക്കും. അതെന്തോന്ന് അങ്ങനെ? അങ്ങനെ എനിക്ക് എന്റെ അച്ഛനെ തിരിച്ചു പറയാറിയാം. എന്റെ അച്ഛനല്ലേ, അതുകൊണ്ട് അതെനിക്ക് മനസ്സിലായി. ഞാൻ വന്നു കയറിയുള്ളതാണല്ലോ. ഞാൻ മോളല്ലല്ലോ, മരുമോളല്ലേ. മക്കളെ, നീ അത് പറയല്ലേ. നിന്നെ ഞാൻ മോളെ പോലെയാണ് കരുതിയിട്ടുള്ളത്. എനിക്ക് അങ്ങനെ തോന്നിയില്ല. എന്നാ അങ്ങനെ തോന്നിയില്ലേ? അങ്ങനെ തോന്നിയില്ല. നിനക്ക് അങ്ങനെ തോന്നിയില്ലല്ലേ? തോന്നിയില്ല. ഇത്രയും കാലം മോളെ പോലെ കൊണ്ടിരുന്നിട്ട് അവർക്ക് തോന്നിയില്ല. തോന്നണ്ട. ഞാൻ തോന്നണ്ട. എങ്ങനെ പറ്റിങ്ങനെ ഇത്ര ക്രൂരാവൻ? ഇങ്ങനെയാണ് പറ്റുന്നത്. അങ്ങനെ അച്ഛനെ കരയിപ്പിച്ചു വിട്ടല്ലേ നീ? എല്ലാം എന്റെ തല കൊണ്ടിരുന്നതിന് ചേട്ടാ. നീ കാണിച്ചോണ്ടി ഇപ്പൊ ചേട്ടക്കാര് വന്ന എന്തിന്? ഞാൻ കയറി വന്നിരുന്ന പിന്നെ എന്റെ അച്ഛൻ്റെ അടുത്ത് ഒരു അന്യായം കാണിക്കുമ്പോൾ ഞാൻ കയറി വരണ്ടടി. പിന്നെ അയ്യോ അയ്യോ, എനിക്ക് ഒന്നും തോന്നില്ലടി നിനക്ക്? ഇവിടെ സീരിയസ് ആയിട്ട് അടിയടക്കം നീ ഇന്ന് അഭിനയിക്കും. അല്ല, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീരട്ടെ എന്ന് വിചാരിച്ചു. മോശമായിപ്പോയി. എന്ത് മോശം? നീ പോയി കാണിച്ചില്ലേ? അതെ, ഇപ്പൊ ഞാൻ കാണിച്ച മോശം. അപ്പച്ചി, അപ്പു അപ്പു എണീര്. അപ്പു വിഷമിക്കണ്ട. അപ്പച്ചി അപ്പോഴത്തെ ദേഷ്യത്തിൽ അങ്ങനെ എന്തൊക്കെ പറഞ്ഞാണ്. ഇവിടെ ആഘോഷമാണ്. എനിക്കൊരു വിഷമവും ഇല്ല. ഓ, പിന്നെ എന്തിനാ ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കണേ? പിന്നെ ഭർത്താവ് പറ്റി ഞാൻ എനിക്കിവിടെ വന്നിരുന്നൂടെ? ഇങ്ങോട്ട് നോക്ക്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് തന്നാ
ഞാൻ അതും കരുത്തുകൊണ്ട് ഇവിടെ കിടന്നോളാം. ആരെയും ഞാൻ ഉപദ്രവിക്കാൻ പറ്റും. ശ്ശെ, അപ്പു നീ പോ, ഓടി ഇറ്റ് പോ. അപ്പച്ചി അപ്പച്ചി എന്തോന്ന് വേണം പെങ്കി? നിനക്ക് എന്നെ വല്ലതും പറയണോ? ഇവനെ പറഞ്ഞിട്ട് പോ. അപ്പച്ചി അവര് വെറുതെ പറഞ്ഞായിരിക്കുമെന്ന്. ഞാൻ അവർക്ക് വേണ്ടി പറയണ ഇങ്ങോട്ട് വന്നത്. ഇനി നിങ്ങൾക്കൊക്കെ എന്നെ എന്താണെങ്കിലും പറയാം, അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടി കളിക്കാം, ഒരു കുഴപ്പമില്ല. ഞാൻ വല്ലതും പറഞ്ഞാൽ അപ്പം അങ്ങ് ഫീൽ അടിക്കും. ഇതൊരു കഷ്ടമാണത്. എന്നെ അവിടെ ആർക്കും വേണ്ടല്ലോ. അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയാതെ അപ്പച്ചി. നീ പോ പെങ്കി. വിഷമിക്കില്ല ഇങ്ങനെ. ശരി അങ്ങ് മിണ്ടായി പെങ്കി. നീ ഒന്ന് വെറുതെ വിട്. അപ്പച്ചി അങ്കിളെ അങ്കിൾ എങ്ങനെ ഇരിക്കല്ലേ? പിന്നെ നീ എങ്ങനെ ഇരിക്കണോടി? അവര് എന്തൊക്കെ വെറുതെ പറഞ്ഞാണ്. ഓ അവര് വെറുതെ പറഞ്ഞാണ്. അവർക്ക് ഞാൻ ഇപ്പൊ വെറുതെ 7-ാം കൂലി, മനസ്സിലായില്ലേ? അങ്ങനെയല്ല അങ്കിളെ, ദേഷ്യം വരുമ്പോ നമ്മൾ ഓരോന്ന് പറയൂലേ. ഓ ദേഷ്യം വരുമ്പോ ഇങ്ങനെയാ പറയണത്? നിന്റെ മുമ്പേ ചെല്ലേ പറഞ്ഞത്? ഞാൻ പോയി ചോദിച്ചപ്പോൾ അവൾ എന്താ എന്റെ പറഞ്ഞത്? ഇങ്ങനെ പറ്റുള്ളൂ. അല്ല ഞാൻ എന്താണ് ഞാൻ ചോദിച്ചത്? ഞാൻ അച്ഛനെ സപ്പോർട്ട് പിടിക്കാൻ തന്നെ പോയത്. അപ്പൊ അച്ഛൻ പറഞ്ഞത് നീ നിന്റെ ജോലിക്ക് പോടാന്ന്, നീ ഇതിൽ ഇടപെടണ്ടെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചത് എന്തിനു? ഞാൻ ഇപ്പൊ അവളെ മുമ്പിലും തെറ്റുക തന്നെ. അച്ഛനെ സപ്പോർട്ട് പിടിക്കാൻ പോയാൽ ഞാൻ മണ്ടനുമായി. അങ്ങനെയൊന്നും ഇല്ല എന്റെ പൊന്നങ്ങൾ, അങ്ങനെയൊന്നും ചിന്തിക്കാതെ. അങ്ങനെയൊന്നും ഇല്ല, നീ ചിന്തിക്കണ്ടെന്നാ. പിന്നെ ആര് ചിന്തിക്കും? നമ്മളെ തറയായിട്ട് കാണുന്നത്. ഇതൊരു ചെറിയ വിഷയല്ലേ, ഓ അങ്ങ് വിട്ടുകളാ. നിനക്കത് ചെറിയ വിഷയമായിരിക്കും, എനിക്ക് അത്ര ചെറിയ വിഷയമായിട്ട് തോന്നുന്നില്ല. എന്തോ ഞങ്ങളെ അപ്പൊ അങ്ങളാണോ കുഴപ്പം? നിന്റെ കണ്ണിൽ ഇപ്പൊ ഞാനാ കുഴപ്പക്കാരെ? ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ. നീ കൂടെ അത് പറയാവുള്ളൂ, അതുകൊണ്ട് ചോദിച്ചത്. അല്ലെ നീ കൂടെ അങ്ങ് പറഞ്ഞാൽ തീരുമല്ല കോട്ട. അങ്ങളെ നീ പോ, നീ പോ പങ്ക പോ. ചുമ്മാ ഞാൻ അവിടെ വല്ല ഇരുന്നോളാം, നീ എണിച്ചു പോ. എന്ത് സ്നേഹത്തിൽ കഴിഞ്ഞ കുടുംബമായിരുന്നു. ഇപ്പൊ മൂന്ന് വഴിക്കായി. സാധാരണ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിയുമ്പോ സോൾവ് ആവുന്നതായിരുന്നു. ഇപ്പൊ സോൾവ് ആവണമില്ല. ഇവര് തമ്മിൽ ഞാൻ എങ്ങനെ ഒന്നിപ്പിക്കും? ഒരു ഐഡിയ ഉണ്ട്. ഹലോ. എടാ ഇവിടെ ഭയങ്കര വഴക്കാണ്ടാ. ഓ എനിക്ക് ആരും ഒരു വിലയും തരണില്ല. എടാ ഇതാണ് പറ്റിയ അവസരം, നമുക്ക് ഇന്ന് തന്നെ പോവാം. ഓ നീ ഒരു വണ്ടി പിടിച്ചിങ് വാ. എടാ ഇന്ന് തന്നെ ഞാൻ വരാടാ, നിനക്കൊരു വിശ്വാസമില്ലേ? നമുക്ക് ദൂരെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോവാം, എന്നെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. പോവാം. നീ എപ്പ വരും? നീ ഒരു 5 മിനിറ്റിനുള്ളിൽ വരുമോ? ഓ ഞാൻ ആരും കാണാതെ ബാഗ് എടുത്തോണ്ട് വരാം, എല്ലാ സാധനങ്ങളും എടുക്കാം. ഇല്ല ആരും അങ്ങനെ മൈൻഡ് ഒന്നും ചെയ്യില്ല. അവര് വഴക്കൊക്കെ കൂടി ഒരു സൈഡിൽ ഇരിപ്പുണ്ടറാ, അതുകൊണ്ട് ഞാൻ പോണതെന്ന് ആരും അറിയില്ല. ശരി എല്ലാം എടുത്തു വെക്കാം. ഓ പെട്ടെന്ന് വരണേ. ഇനി എനിക്ക് ഇവിടെ നിൽക്കണ്ടറാ, എനിക്കൊരു താല്പര്യമില്ല. ഓ പെട്ടെന്ന് വാ. ശരി ഓക്കെ ബൈ, ലവ് യു. ഓക്കെ പിങ്കി ഒരു ഇത്രയും പ്രശ്നം നടക്കുമ്പോ നീ ഒളിച്ചോടാനുള്ള പ്ലാൻ ഉണ്ടല്ലേ? ശരിയാക്കി മാമാ എന്ത് മാമാ വിളിയാക്കാത്ത? മാമ വല്ലോ അറിഞ്ഞാ? ആ പിങ്കി ഏതോരത്തിനോട് ഒളിച്ചോടി പോകാൻ പോണെന്ന്. പിങ്കി ഒളിച്ചോടി പോകാൻ പോണെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ അവള് ഫോണിൽ സംസാരിക്കണ കേട്ട്. നീ ഫോണിൽ സംസാരിക്കണ കേട്ടാ? ഓ എങ്കിൽ ഇന്ന് ഞാൻ അവളെ നിക്ക് മാമ നിക്ക്. ആദ്യം നമുക്ക് രാമന്റെ പോയി പറയാം, കാര്യം പറയാം.
സംസാരിച്ചൊരു തീരുമാനം എടുക്കാം. എന്നാ ശരി വാ രാമന്റെ അടുത്ത് പോവാം വാ. പതുക്കെ പതുക്കെ. ഡേയ്, ഓ നീ അറിഞ്ഞാ? ഓ ഞാൻ എല്ലാം അറിഞ്ഞോണ്ട് തന്നെ ഇരിക്കണം. നീ എന്തേലും അറിഞ്ഞ് പിഞ്ചി ഒളിച്ചോടി പോണെന്ന്. പിന്നെ പിന്നെ ചേട്ടാ സത്യമായിട്ട് ഞാൻ കേട്ട്. ഓ നീ എന്തോന്നായിട്ട് അവള് ഫോണിൽ സംസാരിക്കണ ഞാൻ കേട്ട്. ആടുത്ത് അതെനിക്കറിയാം. ഏതോ ഒരു തരത്തിൽ ഞാൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെക്കാൻ, നീ കാറുമായിട്ട് പോവാൻ ഞാൻ വരാന്നൊക്കെ പറഞ്ഞോണ്ടായിരുന്നു. ഓഹോ, എന്നെ കൊല്ലണ കാര്യം വന്നപ്പം എല്ലാരും അങ്ങ് ഒരുമിച്ചില്ലേ? നമ്മളെ വെങ്കിയാ പിന്നെ അല്ലാതെ വെങ്കി ആ കാർ ഞാൻ അടിച്ചു പൊടിക്കാം. അവളെ പെട്ടി ഞാൻ ചവിട്ടി തുറക്കാം. അവളെ പെട്ടി മക്കളെ ഞാനും ഉണ്ടാ എന്റെ കൂടെ. ഞാനും പറഞ്ഞു. അയ്യോ പറഞ്ഞു. എന്തോ വേണ്ടി നീ തുണി എടുക്കണം. തുണി വേണ ബാഗിന്റെ അകത്ത് എടുത്ത് വെക്കണം. എന്തിന്? അത് അലമാര സ്ഥലം ഇല്ലാത്തോണ്ട്. അലമാര സ്ഥലമില്ല എന്നാ? ഓ, ഇത്ര വലിയ അലമാരക്കകത്ത? വലിയ അലമാരകത്ത് സ്ഥലം ഇല്ല. എന്തോന്ന് കെട്ടിപ്പിടിക്കണ? അപ്പൊ നിങ്ങൾ പഴക്കമൊക്കെ മാറിയാ? എന്റെ ഭർത്താവിനെ ഞാൻ കെട്ടിപ്പിടിക്കും. നീ ആരും ചോദിക്കാൻ? ഡേയ്, നിനക്ക് എന്തരേ ഒരു വലിയ പരവേശം പോലെ നിൽക്കണേ നീ? പരവേശം എനിക്കാ? അങ്ങനെയൊന്നുമില്ലല്ലോ. ശരിയാണ്. അങ്ങനല്ലേ? ഇവിടെയൊക്കെ വേർതിരിക്കുന്നു. ഇല്ല ഇല്ല. എന്താ എന്താ ഒന്നും ചെയ്തോടെ ഈ വീട്ടില്? നീ ബാഗ് പാക്ക് ചെയ്യ്. കാർ വരുമ്പോ പോളല്ലേ. അല്ല അവള് ബാഗ് പാക്ക് ചെയ്തിട്ടല്ലേ? പാക്ക് ചെയ്തിട്ട് പാക്ക് ചെയ്. ചെയ് ചെയ്യാം. പാക്ക് ചെയ്. ചെയ്യല്ലേ? ചെയ്. മടുത്ത്. എന്തോന്നാണി എന്തോന്ന്? ഒന്നുമില്ല. അയ്യോ എന്തായാലും ഏറ്റി. ദൈവമേ, അഭിനയിച്ച വയ്യ. എന്നെ കളിപ്പിക്കാടി. നിന്നെ ഞാൻ കളിപ്പിക്കാ. നിന്റെ ചിരിപ്പിക്കലേക്കിന്. ഒരെണ്ണം കൊടുത്താലോ പോടിപ്പോയി. രണ്ട് കാലിനെ കാണിച്ച് ഓടിക്കാനെന്ത്? മറ്റൊന്നും കൂടെ വരട്ടെ. രണ്ടും കൂടെ ചേർത്ത് പറ്റിച്ചു കൊടുക്കും. ഹലോ, മൂവര് സംഘം ഇങ്ങ് പോര്. ഞാൻ കണ്ട്. വാ 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 വാ. എന്തോന്ന് ഒളിച്ചിരിക്കണേന്ന്? ഒളിച്ചിരിക്കണേന്നല്ല, നമ്മള് ഗേറ്റിന് ഓയിൽ ഇട്ടത്. ഗേറ്റിന് ഓയിൽ ഇട്ടതാ? ഓ ഹലോ, ഓയിൽ ഇട്ടതാണോ അത് ഒളിച്ചോടി പോവാൻ നിക്കണ എന്നെ കൈയോടെ പിടിക്കാൻ വന്നതാ? എന്തൊരു ധൈര്യം നോക്ക് കേട്ടാ. ധൈര്യോ? അയ്യോ, ഞാൻ നിങ്ങളെ പറ്റിച്ചാണ്. എന്തോന്ന്? ഞാൻ ഒരിടത്തും പോണില്ല. പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വഴക്കുണ്ടാക്കിയില്ലേ? നിങ്ങളെയൊക്കെ ഒരുമിക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു നമ്പർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ നിങ്ങൾ ഒരുമിക്കുള്ളൂ. പിന്നെ ചുമ്മാ പറഞ്ഞാ പോയത്. പിന്നല്ല, ഞാൻ ഇവിടെ പോവാ. കൂടെ പോകാൻ നിന്നതാ. അയ്യാ, അത് ചുമ്മാ എന്റെ ആക്ടിങ് ആണ്, മനസ്സിലായില്ലല്ലേ? അഭിനയിച്ചാണ്. പിന്നല്ലാണ്ട് കൊള്ളാടി ശരിക്കും പണക്കം മാറി. മാറിയില്ലേ?
സോറി. എന്നാ പിന്നെ ഞാനും സോറി. സോറി വെക്കടാ. അച്ഛാ സോറി. സോറിയടാ. എല്ലാരും സോറി പറയണ. എനിക്കില്ലേ? നിനക്കില്ല. അത് നിനക്കല്ലേ ഇപ്പൊ തന്നത് മാമൻ സോറി. അപ്പോ അല്ലേ നീ കൊടുത്തില്ല, നീ കൊടുത്തില്ല. പിണ്ടി എന്റെ കൂട്ടുകാരൻ പറയാ വണ്ടി എടുത്ത് നമുക്ക് കറങ്ങാൻ പോയാല കറങ്ങാൻ. എന്റെ എവിടെ ഇത്? അയ്യോ ഇത് ഇങ്ങനല്ല, എന്റെ പ്ലാനിൽ ഇവരില്ല. എടി പിങ്കി, നീ ശരിക്കും പോകാൻ തന്നെയല്ലേ? പിങ്കി പോവാം. നീ വൃത്തികെട്ടവരോടാണ് അല്ലടി പോവാന്ന് വെച്ചിരുന്നത്. ഇങ്ങോട്ട് മാറ്. ഇങ്ങോട്ട് മാറ്. റാമി, നിങ്ങൾ എന്തിനാണ് കാണുമ്പോ കാണുന്ന ചെണ്ടയാ? ചെണ്ട നിന്റെ ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട്. ഞാൻ ചോദിക്കട്ടെ. അളിയാ വണ്ടി എടുത്തോ. ഇങ്ങോട്ട് വാടാ. അളിയാ വിട്ടോ 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 വിട്ടോ. ഡേയ്, നീ ഉളിച്ചോടാ നീ. അയ്യോ ഇല്ല, സത്യം ഇട്ടില്ല. അമ്മയാണ് സത്യം. അവൻ കാരം കൊണ്ട് വന്നാ അവന് ഭ്രാന്ത്.